പണ്ട് ഒരു മലമടക്കിൽ ഒരു ശില്പി ഉണ്ടായിരുന്നു. അയാൾ മനോഹരമായ ശില്പങ്ങൾ ഉണ്ടാക്കിയിരുന്നു. മെല്ലെ മെല്ലെ അയാളുടെ കാഴ്ച കുറഞ്ഞു വന്നു. അയാൾ ആയുധങ്ങളെക്കുറിച്ച് പരാതി പറയാൻ തുടങ്ങി. അയാൾ ചുറ്റുപാടുമുള്ള എല്ലാ വസ്തുക്കളെയും കുറിച്ചും അയാൾ പരാതി പറയാൻ തുടങ്ങി. എല്ലാം കുറ്റപ്പെടുത്തലുകളാണ്. ഒരു ദിവസം ഒരു സന്യാസി അയാളെ കാണാൻ വന്നു. അയാൾ തൻ്റെ പ്രശ്നം പറഞ്ഞു, എനിക്ക് കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സന്യാസി അയാളോട് പറഞ്ഞു, താഴെ ഒരു അരുവിയുണ്ട്, നീ അവിടെ പോയി മുഖം കഴുകിയാൽ നിനക്ക് നല്ല കാഴ്ച ലഭിക്കും. പക്ഷെ പോകുന്നതിൻ്റെ ആ യാത്രയ്ക്കൊരു നിബന്ധനയുണ്ട്. നീ തൊടുന്ന വസ്തുക്കളൊക്കെ അതിനപ്പുറത്തെ നന്മയാണെന്ന് മനസ്സിൽ ധരിക്കണം. അവൻ തൊട്ട ആയുധത്തിനപ്പുറത്ത് അതിന് മൂർച്ച ഉണ്ടാകും എന്ന് അവൻ കരുതി. അവൻ തൊട്ട ആ ചെടികളുടെ മുള്ളുകൾക്ക് അപ്പുറത്ത് പൂക്കളുണ്ടാകും എന്നവൻ സങ്കല്പിച്ചു. അവൻ തൊട്ട കല്ലുകളുടെ പരുവരുത്ത് ആ അനുഭവത്തിനപ്പുറം അതിലൊരു ശില്പമുണ്ട് എന്നയാൾ സങ്കല്പിച്ചു. അങ്ങനെ ആ സങ്കല്പത്തിലേറി അയാൾ അരുവിയിലെത്തി മുഖം കഴുകി തിരികെ നോക്കുമ്പോൾ അയാൾക്ക് കാഴ്ച ലഭിക്കുന്നു. അയാൾ കണ്ട കാഴ്ചകളിൽ മൂർച്ചയുള്ള ആയുധം, ആ മുള്ളുകൾക്കപ്പുറത്ത് പൂക്കൾ വിടർന്ന വസന്തം, ആ പരുപരുത്ത കല്ലുകൾക്കുള്ളിൽ സുവർണപരമായ ആ ശില്പങ്ങളുടെ ഒരു നിര. അയാളുടെ കാഴ്ച പൂർണ്ണമാകുന്നു. പരാതികളില്ലാത്ത അയാളുടെ യാത്രയായിരുന്നു, ആ അരുവിക്കരയിലേക്കുള്ള യാത്രയായിരുന്നു അയാളുടെ പുതിയ കാഴ്ചയ്ക്ക് നിദാനം. നോമ്പിൻ്റെ പാതിയെത്തിയ ഈ 4ാമത്തെ ഞായറാഴ്ച, ലത്താരെ സൺഡേ എന്നറിയപ്പെടുന്ന, ആനന്ദിക്കുവിൻ എന്ന് തൻ്റെ മക്കളോട് തിരുസഭാ മാതാവ് ആവശ്യപ്പെടുന്ന ഈ ഞായറാഴ്ച നമുക്ക് വിചിന്തനത്തിനായി സഭ തരുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളാണ്. ജന്മന അന്ധനായ ഒരുവൻ കർത്താവിൻ്റെ മുമ്പിലെത്തുമ്പോൾ അവനു വേണ്ടി തൻ്റെ തുപ്പൽ ഒരു ചെളിയുണ്ടാക്കി മണ്ണിലേക്ക് ആ ചെളി ഉണ്ടാക്കിയ ആ ചെളി കൊണ്ട് അവൻ്റെ കണ്ണിൽ എഴുതി അവനെ നേരെ ശിലോഹ കുളത്തിലേക്ക് യാത്രയാക്കുന്നു. ശിലോഹ എന്ന വാക്കിൻ്റെ അർത്ഥം അയക്കപ്പെട്ടവനെന്നാണ്. ദൈവത്താൽ അയക്കപ്പെട്ട ദൈവത്തിൻ്റെ പുത്രൻ മറ്റൊരുവനെ അയക്കുന്നു കാഴ്ച ലഭിക്കാനായി. അവൻ പോയി കാഴ്ച ലഭിച്ചു. ഈ കാഴ്ച ലഭിച്ചവനെ കണ്ടപ്പോൾ കാഴ്ചയുണ്ടായിരുന്നു എന്ന് കരുതിയവർ അവനെതിരെ പിറുപിറുക്കാൻ തുടങ്ങി. അവർ പറഞ്ഞു, സാബത്ത് ദിവസമല്ലേ, ഇവൻ ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണിൽ പുരട്ടി അവനെ സൗഖ്യപ്പെടുത്തിയത് ശരിയാണോ? വാഗ്വാദങ്ങൾ തുടരുന്നു. അത്തരം വാഗ്വാദങ്ങൾക്കിടയിൽ അവൻ, ഈ ലോകത്തിലെ മനുഷ്യരെ മുഴുവൻ സൃഷ്ടിച്ച ദൈവം, മണ്ണിൽ നിന്ന് മനുഷ്യനെ മെനഞ്ഞവൻ്റെ നാസരന്ധ്രങ്ങളിലേക്ക് ഊതി അവന് ശ്വാസം കൊടുത്ത ദൈവം ഇവിടെ കണ്ണിന് കാഴ്ചയില്ലാത്ത ജന്മന അന്ധനായവന് കാഴ്ച നൽകുന്നു. അത് വലിയ കാര്യമല്ല ദൈവത്തെ സംബന്ധിച്ച്. പക്ഷേ അയക്കപ്പെട്ടവൻ ആണ് അവനെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ജനത്തിനു വേണ്ടി അവനെ ശിലോഹ കുളത്തിലേക്ക്, അയക്കപ്പെട്ടവനെന്നർത്ഥമുള്ള കുളത്തിലേക്ക് അയക്കുന്നു. ആ കുളത്തിന് ഒരു ചരിത്രമുണ്ട്. അത് മനസ്സിലാക്കാത്തവരാണ് പരാതി പറഞ്ഞത്. ഒന്ന് ആലോചിച്ചാൽ നമ്മളുമൊക്കെ രക്ഷാകര ചരിത്രത്തിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും പരാതി പറയുന്നത് ചരിത്രബോധമില്ലാത്തത് കൊണ്ടാണ്. ഓർത്തു നോക്കിയേ, ശിലോഹ കുളത്തെക്കുറിച്ച് നാം വായിക്കുന്നത് 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായത്തിൽ കാണുന്നു. എസക്കിയ രാജാവായിരുന്നപ്പോൾ തൻ്റെ ജനത്തെ, ജെറൂസലേമിലുള്ള ജനത്തിന് ചുറ്റും അസീറിയ രാജാവ് തൻ്റെ ഭടന്മാരുമൊത്ത് അവരെ ഉപരോധിക്കുമ്പോൾ യുദ്ധത്തിനായി കോപ്പുകുട്ടി നിൽക്കുന്ന അവരുടെ മധ്യേ വേണമെങ്കിൽ അവർക്കുള്ള ജലസ്രോതസ് തടയാമെന്നിരിക്കെ ഹെസക്കിയ രാജാവ് 500 മീറ്റർ നീളമുള്ള ഒരു തുരങ്കം നിർമ്മിച്ച് ആ തുരങ്കത്തിലൂടെ ജലം ശേഖരിച്ചു വെച്ച ആ കുളത്തിൻ്റെ പേരാണ് ശിലോഹക്കുളം. ചുറ്റുപാടും പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ, ചുറ്റുപാടും നിരാശഭരിതമായ അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ ഉറവ, ദൈവത്തിൻ്റെ കാരുണ്യം ഉറവയായി വരുന്ന, അത് ശേഖരിക്കപ്പെടുന്ന ഈ കുളത്തിലാണ് നാം ഇന്ന് അവൻ മുഖം കഴുകിയത്. അത് ഓർക്കാതെയാണ് ഈ ഫരീസയരും ചുറ്റുപാടുമുള്ളവരും അവനെ വല്ലാതെ കുറ്റപ്പെടുത്തുന്നത്.
ഹെസക്കിയ രാജാവ് തൻ്റെ ജനത്തിൻ്റെ അതിജീവനത്തിനായി ജലം ശേഖരിച്ച ശിലോഹക്കുളത്തിൽ ഒരുവൻ മുഖം കഴുകിയപ്പോൾ അവൻ്റെ മുമ്പിൽ അനാവൃതമാകുന്നത് അവൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന അന്ധകാരാവൃതമായ ഭൂതകാലത്തെ മുഴുവൻ മാറ്റി അതിജീവനത്തിൻ്റെ മേഖലയിലേക്ക് നയിക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് തന്നെ അയച്ചതെന്ന് അവൻ നിരന്തരം ചുറ്റുപാടുകളോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. അവനും അയക്കപ്പെട്ടവനായി മാറി. ക്രിസ്തു എന്ന ശീലോഹക്കുളത്തിൽ മുങ്ങി നിവരുന്നവൻ്റെ കാഴ്ചപ്പാടുകൾ മാറും. അങ്ങനെ മുങ്ങി നിവരാനായി നമ്മെ ക്ഷണിക്കുന്ന കാലത്തിൻ്റെ പേരാണ് നോമ്പുകാലം. ശിലോഹക്കുളത്തിൻ്റെ അരികിലേക്കുള്ള നമ്മുടെ യാത്രയിൽ, ജീവിതത്തിൻ്റെ യാത്രയിൽ പരാതികൾ, പരിഭവങ്ങൾ, ചുറ്റുപാടുകളോടുള്ള കുറ്റപ്പെടുത്തലുകൾ ഒക്കെയും ഒന്ന് മാറ്റിവെക്കാം. മുൻവിധികൾ ഒരുപാടില്ലേ നമുക്ക്. അവൻ അങ്ങനെയായിരിക്കും, അവൾ ഇങ്ങനെയായിരിക്കും. നമുക്ക് ഒരാളെ കാണുമ്പോൾ തന്നെ വിധിയെഴുത്തുകൾ നടത്തിയിരിക്കും. അവൻ ശരിയല്ല, അവൾ ശരിയല്ല. എന്തുമാത്രം വിധി പ്രസ്താവനകളാണ് നാം നടത്തുന്നത്. നന്മ ചെയ്യുന്ന മനുഷ്യരെക്കുറിച്ചുള്ള പരിഹാസങ്ങൾ കൊണ്ട് നമ്മുടെ നാവുകൾ നിറയുന്നില്ലേ? അവൻ എന്താണ്? അവൻ ആളുകളെ കാണിക്കാനാണ് ചെയ്യുന്നത്, അവന് പേര് കിട്ടാനാണ് ചെയ്യുന്നത്, അവൾക്ക് ഇത് ചെയ്യേണ്ട കാര്യമുണ്ടോ? എല്ലാത്തിനെക്കുറിച്ചും പരാതിയാണ്, നാം ഒട്ട് ചെയ്യുന്നുമില്ല. ഇത്തരം നിലപാടുകളുള്ള മനുഷ്യർക്ക് ഈ ശിലോഹക്കുളത്തിൻ്റെ ചരിത്രം ഒന്നോർക്കണം. അതിജീവനത്തിൻ്റെ ചരിത്രമാണ്. എന്തൊക്കെ ശത്രുക്കൾ നിരന്നാലും, എന്തൊക്കെ പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും, എന്തൊക്കെ അന്ധകാരാവൃതമാകുന്ന അവസരങ്ങളുണ്ടായാലും ദൈവം ഉറവയിൽ നിന്ന് ജലം ശേഖരിക്കാൻ ശിലോഹക്കുളം നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. അതിൻ്റെ പേരാണ് ക്രിസ്തു. എല്ലാ അന്ധകാരത്തിൽ നിന്നും മനുഷ്യനെ വിമോചിപ്പിക്കാൻ കഴിയുന്ന, കാഴ്ച നൽകാൻ കഴിയുന്ന, പുതിയ ദർശനം നൽകാൻ കഴിയുന്ന ശിലോഹക്കുളമാണ് ക്രിസ്തു. അവനിൽ മുങ്ങി നിവർന്നവരുടെ ജീവിതം തന്നെ മാറിപ്പോകുന്നത് നാം കാണും. ലയോ പാപ്പ ഈ വർഷത്തെ നമുക്ക് വേണ്ടി തന്നിരിക്കുന്നത് ഫ്രാൻസിസ് അസീസിയുടെ വർഷമെന്നല്ലേ? തൻ്റെ ചുറ്റുപാടുമുള്ള സൗന്ദര്യത്തിൽ മയങ്ങി ചുറ്റുപാടുമുള്ള പലതിലേക്കും തൻ്റെ ശ്രദ്ധയെ അയച്ചവൻ, ഒരു കാഴ്ചയും കാഴ്ചപ്പാടുമില്ലാതിരുന്നവൻ, ദൈവമെന്ന തൻ്റെ ഉള്ളിലുള്ള സംജ്ഞയെ മറന്ന് ജീവിച്ചവൻ, യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ട് പരാജിതനായവൻ, അങ്ങനെ തൻ്റെ പേരിനും പ്രശസ്തിക്കും പുറകെ ഓടിയവൻ ക്രിസ്തുവിൽ സ്നാനം ചെയ്യപ്പെട്ടപ്പോൾ അവനൊരു പുതിയ സൃഷ്ടിയാകുന്നു. വസ്ത്രം പോലും ഉരിഞ്ഞ് സ്വന്തം രക്തബന്ധമുള്ള പിതാവിനെ പോലും ഉപേക്ഷിച്ച് ഇനി എനിക്ക് സ്വർഗസ്ഥനായ പിതാവിനെ പിതാവേ എന്ന് വിളിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് ഉടുതുണി ഉരിഞ്ഞു മാറ്റി ആ മനുഷ്യൻ നഗ്നനായി നടന്നു പോകുന്ന കാഴ്ച. ഇതുപോലെ ക്രിസ്തുവെന്ന ശിലോഹക്കുളത്തിൽ മുങ്ങി നിവർന്നവരാണ്. എത്ര കഥകളാണ് ഇങ്ങനെ പറയാനുള്ളത്. നമ്മളൊക്കെ അനുഷ്ഠിക്കുന്ന ഈ നോമ്പുകാലത്തിൻ്റെ ആ ആചരണങ്ങളിൽ, അതിൻ്റെ നൈരന്തര്യങ്ങളിൽ ഒക്കെ നാം നഷ്ടപ്പെടുത്തുന്നത് ക്രിസ്തുവെന്ന ഈ ശിലോഹക്കുളത്തിൽ മുങ്ങി നിവരാനുള്ള നമ്മുടെ സാധ്യതകളെയല്ലേ? ഒന്ന് മുങ്ങി നിവർന്നു നോക്കൂ. പുതിയ കാഴ്ചകൾ, പുതിയ കാഴ്ചപ്പാടുകൾ, നിൻ്റെ ജീവിതത്തെ മുഴുവൻ ഈറനണിയിക്കുന്ന നന്ദി നിറഞ്ഞ സ്തോത്രങ്ങൾ ഒക്കെയും നിൻ്റെ നാവിൽ നിന്ന് വരും. അതല്ലേ ശിലോഹക്കുളം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം. ശിലോഹക്കുളത്തെക്കുറിച്ച് പറയുമ്പോൾ യെശയ്യാ പ്രവാചകൻ പറയുന്നുണ്ട്, ശാന്തമായി ഒഴുകുന്ന ശീലോഹയിലെ ജലത്തെ നീ മറന്നു. ദൈവം മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ഇടപെടാനായി അയച്ച ക്രിസ്തു സാധാരണ ഒരു മനുഷ്യനായി, ശാന്തനായി തൻ്റെ ജീവിതത്തിൽ നടന്നു പോകുമ്പോൾ അവനെ തിരിച്ചറിയാത്ത, അവനെതിരെ മറുതലിക്കുന്ന ജനം. യെശയ്യാ എത്ര കൃത്യമായ പറഞ്ഞു വെച്ചത്. ആ ഉദ്യാനത്തിൻ്റെ അരികിലായുള്ള, രാജകീയ ഉദ്യാനത്തിൻ്റെ അരികിലായുള്ള എന്ന് വചനം രേഖപ്പെടുത്തുന്ന ഈ കുളത്തിൽ ഒന്ന് മുങ്ങി നിവരാൻ തമ്പുരാനോട് അതിൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ദിനമാണ് ഈ 4-ാം ഞായറാഴ്ച എന്ന് ഓർത്തുകൊണ്ട് ഒന്ന് കണ്ണടച്ചേ. കഴിയുന്നവർ ഒന്ന് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചേ. നമുക്കിങ്ങനെ മൗനമായി പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ചുറ്റുപാടും ശത്രുക്കൾ നിരന്നു നിൽക്കവേ അവർ അടച്ചു കളയാൻ സാധ്യതയുള്ള ഒരു അരുവിയിൽ നിന്ന് ജലം ശേഖരിക്കാൻ ശീലോഹക്കുളം നിർമ്മിച്ച ഹെസക്കിയ രാജാവിൻ്റെ ചരിത്രം ഞങ്ങൾ വായിക്കുമ്പോൾ അതിൽ മുഖം കഴുകി ജന്മന അന്ധനായ ഒരുവൻ കാഴ്ച ലഭിക്കുമ്പോൾ അതിനെക്കുറിച്ച് പരാതി പറയുന്ന മനുഷ്യരെ
ഞങ്ങൾ കണ്ടുമുട്ടുന്നു. മണ്ണിൽ നിന്ന് മനുഷ്യനെ മെനഞ്ഞ ദൈവത്തിന് ഒരു മനുഷ്യന് കാഴ്ച കൊടുക്കുക എളുപ്പം. കാഴ്ചയുള്ളവർക്ക് അത് കണ്ടെത്താനായി അസാധ്യമെന്ന് കരുതുമ്പോൾ, ദൈവമേ, ഞങ്ങളുടെ യാത്രകളെ പരാതികളും പരിഭവങ്ങളും മുൻവിധികളുമില്ലാതെ കണ്ണിലെ ചെളി ശിലോഹക്കുളത്തിൽ, ക്രിസ്തുവെന്ന അയക്കപ്പെട്ടവ ശിലോഹക്കുളത്തിൽ കഴുകി നിവരാൻ ഫ്രാൻസിസ് അസിസിയെ പോലെ അവനിൽ മുങ്ങി നിവരുമ്പോൾ പുതിയൊരു മനുഷ്യനായി മാറുവാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വചനജായ 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 വചനജായ